നാളെ പുലർന്നാൽ വിഷു. മലയാളികൾ കണി കാണാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നാടുനീളെ കൊന്ന പൂത്തിട്ടുള്ളതിനാൽ പൂവിന് ക്ഷാമം ഉണ്ടാവാനിടയില്ല. ആറ്റിങ്ങലിൽ വിവിധയിടങ്ങളിൽ വിഷു വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. പഴയ കാലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ സാധനങ്ങളാണ് മേടിച്ച് വയ്ക്കുന്നത്. ഇപ്പോഴേ കാലാകാലം കൊണ്ട് ഇപ്പോൾ ഒരു 20-25 വർഷം കൊണ്ട് പുതിയ വരുത്തര സാധനങ്ങൾ മേടിച്ച് നാലിക്കൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും ഇല്ല. ഞങ്ങൾക്ക് അവിടെയൊക്കെ വിട്ട് ഇപ്പം ഞാൻ സിറ്റിയിലോട്ടായി. അതുകൊണ്ട് പിന്നെ പൈസ കൊടുത്തേ ആശ്രയമുള്ളൂ. ഇതെല്ലാം ഞങ്ങളുടെ അവിടെ കിട്ടുന്നതായിരുന്നു. എല്ലാം ചക്ക, മാങ്ങ, പറങ്ങണ്ടി, സർവത്ര സാധനം കിട്ടും. ഇപ്പം പറങ്ങണ്ടിയൊന്നും കിട്ടത്തില്ല. എന്നാലും കിട്ടുന്നിടത്തോളം ഉള്ള സാധനങ്ങൾ വെച്ച് ഭഗവാനെയും വെച്ച് കണി കാണും. അതാണ് ഞങ്ങളുടെ എല്ലാ വർഷവും ഉള്ള കണി. ഇപ്പോഴാണെങ്കിൽ പഴയതൊക്കെ എന്തോരോ സന്തോഷം, അതിനെപ്പറ്റി ഓർക്കാൻ പോലും പറ്റില്ല. കുടുംബക്കാരെല്ലാം ഒത്തുകൂടി. ഇപ്പം മക്കൾക്ക് പോലും വരാൻ സമയമില്ല. എന്നാലും അവർ കഴിയുന്നതും വന്ന് എൻ്റെ നിന്നും വാങ്ങും, അവരെനിക്കും കൊടുക്കും. വിഷുദിനത്തിലേക്കുള്ള കണിവെള്ളരി കൂടുതലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നാട്ടിൻ പുറങ്ങളിൽ നിന്നുള്ള കർഷകരും കണിവെള്ളരി നഗരവിപണിയിലെത്തിക്കുന്നുണ്ട്. കണിത്താലത്തിലേക്കുള്ള ചെറിയ മത്തങ്ങകളും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. കണിത്താലങ്ങളെ സമ്പന്നമാക്കുന്ന ഇനങ്ങളായ മാങ്ങ, ചെറിയ ചക്ക എന്നിവയെല്ലാം വിപണിയിൽ ധാരാളം എത്തിയിട്ടുണ്ട്. കണി കാണാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങളുടെ വലിയ വിൽപ്പനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആറ്റിങ്ങലിൽ കണ്ടുവരുന്നത്. 150 രൂപ മുതൽ 1500 വരെയാണ് പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളുടെ വില. രാവിലെ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. വിലയൊക്കെ കുറവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്. ഉണ്ണിക്കണ്ണന്റെ ഓമനത്തം തുളുമ്പുന്ന വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാരേറെ. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.